بسم الله الرحمن الرحيم. ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل ادعوهم لآبائهم هو أقسط عند الله فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1434 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 4-5 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل ادعوهم لآبائهم هو أقسط عند الله فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما اخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 4-5 ആയത്തുകളാണ് നമ്മളിന്ന് പഠന വിധേയമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സൂറത്തിലെ ആദ്യത്തെ 3 ആയത്തുകൾ നമ്മൾ വിശദമായി മനസ്സിലാക്കിയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും ഒരു കാരണവശാലും അനുസരിക്കരുത്, അവർക്ക് കൊടുത്തുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കരുത്. നിശ്ചയമായിട്ടും അള്ളാഹു നൽകുന്ന മാർഗദർശനമാണ് യുക്തിയുടെയും ജ്ഞാനത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളത്. അത് പിൻപറ്റിക്കുന്നു മുന്നോട്ട് പോവുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ നൽകപ്പെട്ട നിർദ്ദേശം. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വെളിപാടുകളെ പിൻപറ്റുക. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് അവൻ അറിയുന്നുണ്ട്. അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നിലകൊള്ളുക. അവനാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളത് എന്നുകൂടി അവിടെ പറഞ്ഞു വെക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഇത് ഒരു ആമുഖം എന്നുള്ള നിലക്ക് പറഞ്ഞ കാര്യങ്ങളാണ്. അതിനെ തുടർന്ന് വിഷയത്തിലേക്ക് വരികയാണ്. ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള 2 ആയത്തുകളിലായിട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു ശൈലിയാണ് സൂറത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുകയുണ്ടായത്. യാ അയ്യുഹൻ നബിയ്യു എന്ന് വിളിച്ചുകൊണ്ടാണ്, പ്രവാചകരെ എന്ന് വിളിച്ചുകൊണ്ട്. ഇത്തഖില്ലാഹ് വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ, അതാണ് നിർദ്ദേശം. അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനോടുള്ള ഭക്തി ആദരവുകൾ നിലനിർത്തിക്കൊണ്ട് നിലകൊള്ളുക, നിഷേധികളെയും കപടന്മാരെയും അനുസരിക്കരുത്, അവർക്ക് വഴങ്ങിക്കൊടുക്കരുത്. ഇതാണ് വളരെ സംശയത്തിന് ഇടമില്ലാത്ത വിധത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശം. ആ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ഭാഗത്തേക്ക് വരുമ്പോൾ അള്ളാഹു 2-3 പ്രശ്നങ്ങൾ ആ ഘട്ടത്തില് ഇസ്ലാമിക സമൂഹം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന 2-3 വിഷയങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി, ഞാൻ വായിച്ചു വെച്ച 2 ആയത്തുകളുടെ ഭാഷാതലത്തിലുള്ള അർത്ഥം നിങ്ങളുമായിട്ട് ആദ്യം പങ്കുവെക്കാം. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈൻ, ഒരാൾക്കും അള്ളാഹു 2 ഹൃദയങ്ങൾ സ്ഥാപിച്ചിട്ടില്ല. ഫീ ജൗഫി, അവന്റെ അകത്തായിട്ട്, ഒരാളുടെ ശരീരത്തിനകത്തായിട്ട് അള്ളാഹു 2 ഹൃദയങ്ങൾ, 2 കൽബ് സൃഷ്ടിച്ചിട്ടില്ല. ഒരാൾക്ക് ഒരു കൽബേ ഉള്ളൂ. 2 കൽബ് ഒരാൾക്കും അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടില്ല. വമാ ജഅല അസ്വാജകും ഉല്ലായി തുളാഹിറൂന മിൻഹുന്ന ഉമ്മഹാത്തിക്കും, ആദ്യം പറഞ്ഞതൊരു പൊതു പ്രസ്താവനയാണ്, ഒരു വസ്തുത വെളിപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. ഒരാൾക്കും തന്നെ അവൻ 2 ഹൃദയങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടില്ല, നൽകിയിട്ടില്ല. തുടർന്ന് പറയുന്നത് വമാ ജഅല അസ്വാജകും അല്ല ഈ തുളാഹിറൂന മിൻഹുന്ന, നിങ്ങൾ ലിഹാർ ചെയ്യുന്ന നിങ്ങളുടെ പത്നിമാരെ അവൻ ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളുമാക്കിയിട്ടില്ല. ലിഹാർ എന്നതിലേക്ക് ഞാൻ വരാം. അത് അറബികൾക്കിടയിൽ അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ദുരാചാരമായിരുന്നു. ഭാര്യമാരുമായുള്ള ബന്ധം ഇടഞ്ഞതായി മാറുന്ന ഘട്ടത്തില് അറബികൾ സ്വീകരിച്ചിരുന്ന ഒരു ദുരാചാരം, അതിനെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങളിൽ നിങ്ങളുടെ പത്നിമാരെ ആരെയും തന്നെ, നിങ്ങൾ ലിഹാർ ചെയ്യുന്ന നിങ്ങളുടെ പത്നിമാരെ ഒന്നും തന്നെ അള്ളാഹു നിങ്ങളുടെ മാതാക്കൾ, നിങ്ങളുടെ ഉമ്മമാര് ആക്കിയിട്ടില്ല. നിങ്ങളുടെ പത്നിമാര് തന്നെയാണ്, നിങ്ങളുടെ ഉമ്മമാരല്ല. നിങ്ങൾ ലിഹാർ ചെയ്തത് കൊണ്ട് അവര് നിങ്ങളുടെ ഉമ്മമാരാവുന്നില്ല എന്നാണ് പറയുന്നത്. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി വമാ ജഅല അസ്വാജകും ഉല്ലായി തുളാഹിറൂന, തുളാഹിറൂന എന്നതാണ് ലിഹാർ ചെയ്യുന്ന, നിങ്ങൾ ലിഹാർ ചെയ്യുന്ന എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗം. വമാ ജഅല അസ്വാജകും ഉല്ലായി തുളാഹിറൂന മിൻഹുന്ന ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ പത്നിമാരുടെ കൂട്ടത്തിൽ നിങ്ങൾ ലിഹാർ ചെയ്യുന്ന നിങ്ങളുടെ പത്നിമാര്, അവരെ അള്ളാഹു നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടില്ല. വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും, അതുപോലെ നിങ്ങൾ പേര് വിളിച്ച് നിങ്ങളുടെ മക്കൾ എന്ന നിലക്ക് പേര് വിളിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന നിങ്ങളുടെ ദത്തുപുത്രന്മാർ, അവരെ അള്ളാഹു നിങ്ങളുടെ മക്കളാക്കിയിട്ടുമില്ല, നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടില്ല. ദാലിക്കും ഖൗലുക്കും ബി അഫ്വാഹിക്കും, ഇത് അത്രയും നിങ്ങളുടെ വെറും വായ കൊണ്ടുള്ള സംസാരം മാത്രമാണ്. ഇതൊന്നും വസ്തുതാപരമല്ല, സത്യാധിഷ്ഠിതമല്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല, ആവുകയില്ല.
അതാണ് പറയുന്നത്. ദാലിക്കും ഖൗലുക്കും ബിഅഫ്വാഹിക്കും വല്ലാഹു യഖൂലുൽ ഹഖ്. അല്ലാഹു സത്യമാണ് പറയുന്നത്, അല്ലാഹു വസ്തുതയാണ് പറയുന്നത്. വഹു യഹ്ദി സബീൽ, അവനാണ് സന്മാർഗം കാണിക്കുന്നത്. ശരിയായ മാർഗം ഏത് എന്നത് കാണിച്ചു തരുന്നത്, സത്യമാർഗത്തിലേക്ക്, ശരിയായ മാർഗത്തിലേക്ക്, ശരിയായ അടിത്തറയിലേക്ക് നയിക്കുന്നത് അവനാണ്. തുടർന്ന് പറയുകയാണ്, ഉദൂഹും ലി ആബാഇഹിം, നിങ്ങൾ അവരെ അവരുടെ പിതാക്കന്മാരിലേക്ക് ചേർത്ത് വിളിക്കൂ. ദത്തുപുത്രന്മാരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ അവരെ നിങ്ങളുടെ പേരിലേക്ക് ചേർത്ത് പറയല്ല. ഉദാഹരണത്തിന് സെയ്ദ് ബിൻ മുഹമ്മദ് എന്നല്ല പറയേണ്ടത്, സെയ്ദിന്റെ വാപ്പ ആയിരുന്ന അൽ ഹാരിസിലേക്ക് ചേർത്ത് പറയുക. സെയ്ദ് ബിനുൽ ഹാരിസ് എന്ന് പറയും. ഉദൂഹും ലി ആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ്, അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നീതിപൂർവകമായ ഒരു നടപടി. മറ്റൊരാളുടെ മകനെ നമ്മളുടെ പേരിനോട് ചേർത്ത് വിളിച്ച് നമ്മളുടെ ദത്തുപുത്രൻ എന്ന നിലക്ക് നമ്മളോട് ചേർത്ത് വിളിക്കരുത്. അത് അങ്ങനെ വിളിച്ചത് കൊണ്ട് അവര് നിങ്ങളുടെ പുത്രന്മാരാവുന്നില്ല. ജന്മപരമായി തന്നെ അവര് വേറൊരാളുടെ പുത്രനാണ്. അതുകൊണ്ട് ആ വംശാവലിയില് അവ്യക്തത സൃഷ്ടിക്കുന്ന വിധത്തിൽ നിങ്ങൾ അവരെ നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കരുത്, മറിച്ച് അവരുടെ പിതാക്കന്മാരിലേക്ക് ചേർത്ത് വിളിക്കുക. ദത്തുപുത്രന്മാരെ സ്വീകരിക്കരുത്, കുഞ്ഞുങ്ങളെ ദത്തെടുക്കരുത് എന്നല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാം, ആവശ്യമെങ്കിൽ സംരക്ഷണം ആവശ്യമുള്ള കുട്ടികളെ ദത്തെടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അവരെ നിങ്ങളുടെ മക്കളാണ് എന്ന വിധത്തില് നിങ്ങളിലേക്ക് പേര് ചേർത്ത് വിളിക്കരുത്. അത് അള്ളാഹു നിശ്ചയിച്ച വംശാവലിയെ ആശയക്കുഴപ്പത്തിലാക്കലും ആ വംശാവലി ബന്ധത്തിന്റെ, രക്തബന്ധത്തിന്റെ ഒക്കെ പവിത്രത ഇല്ലാതാക്കലുമാണ്. അഖ്സതു ഇൻദല്ലാഹ്, അങ്ങനെ അവരുടെ പിതാക്കന്മാരിലേക്ക് ചേർത്ത് വിളിക്കലാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നീതിപൂർവകമായ, ഏറ്റവും ന്യായാധിഷ്ഠിതമായിട്ടുള്ള കാര്യം. ഇല്ലം തഅലമു ആബാഅഹും, ഇനി അവരുടെ പിതാക്കന്മാരെ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഫയഖ്വാനുക്കും ഫിദ്ദീൻ, അവരെ ദീനിൽ നിങ്ങളുടെ സഹോദരന്മാരായിട്ട് പരിഗണിച്ചോളൂ. നിങ്ങളുടെ രണ്ടു തരം സാഹോദര്യ ബന്ധത്തെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഒന്ന് രക്തബന്ധത്തിലുള്ള സാഹോദര്യമാണ്, രണ്ടാമത്തത് വിശ്വാസബന്ധത്തിന്റെ സാഹോദര്യം. ആ വിശ്വാസബന്ധത്തിന്റെ ദീനിന്റെ അടിത്തറയിലുള്ള സാഹോദര്യം അവരുമായി നിങ്ങൾ കണ്ടോളൂ. ഫയഖ്വാനുക്കും ഫിദ്ദീൻ, അവർ ദീനിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സഹോദരന്മാരാണ് എന്ന നിലക്ക് കണ്ടോളൂ. മവാലിക്കും, അതുപോലെ നിങ്ങളുടെ മിത്രങ്ങളായിട്ടും നിങ്ങളുടെ ആത്മബന്ധമുള്ള സുഹൃത്തുക്കളായിട്ടും അവരെ കണ്ടോളൂ. വലൈസ അലൈക്കും ജുനാഹുൻ ഫീമാ അഖ്തഅ്തും ബി, നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള അബദ്ധങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് എതിരിൽ ആക്ഷേപമില്ല, നിങ്ങൾക്കെതിരിൽ കുറ്റമില്ല. വലാകിമ്മാ തഅമ്മദത് ഖുലൂബുക്കും, എന്നാൽ നിങ്ങൾ കരുതിക്കൂട്ടി ഉദ്ദേശപൂർവം ചെയ്യുന്നതുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ആക്ഷേപാർഹമാണ്, ശിക്ഷാർഹമാണ്. വകാന അല്ലാഹു ഗഫൂറൻ റഹീമ, എന്നാൽ അല്ലാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും ഏറെ കരുണ കാണിക്കുന്നവനുമാണ് എന്നാണ് തുടർന്ന് പറയുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 2 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഇപ്പോ അർത്ഥസഹിതം കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹിജ്റ 5-ാം വർഷത്തില്, അല്ലെങ്കിൽ അഹ്സാബ് യുദ്ധത്തിന്റെ തൊട്ട് മുമ്പായിട്ടുള്ള ഘട്ടത്തില് നേരിട്ടുകൊണ്ടിരുന്ന ചില സാമൂഹ്യ സാഹചര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് അതിലേക്ക് മുഖ്യമായ വിഷയത്തിലേക്ക് എത്തുന്നതിന്റെ തുടക്കമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, ഒരാൾക്കും അള്ളാഹു അയാളുടെ ശരീരത്തിനകത്തായിട്ട്, ജൗഫ് എന്ന് പറഞ്ഞാൽ ഒരു
എന്തെങ്കിലും ഒരു സംവിധാനത്തിന്റെ ഒരു ഡിവൈസിന്റെ അകം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരാളുടെയും ശരീരത്തിനകത്തായിട്ട് അള്ളാഹു രണ്ട് ഹൃദയങ്ങളെ സൃഷ്ടിച്ചു വെച്ചിട്ടില്ല, രണ്ട് ഹൃദയങ്ങൾ സ്ഥാപിച്ചിട്ടില്ല എന്ന്. ഇതിന്റെ ആശയതലം വ്യക്തമാണ്. ഒരാൾക്ക് ഒരേ സമയത്ത് രണ്ട് വിധേയത്വം കാണിക്കുക എന്നത്, വ്യത്യസ്തമായ വിധേയത്വം കാണിക്കുക എന്നത് സാധ്യമായ കാര്യമല്ല. ഉദാഹരണത്തിന് അള്ളാഹുവിനോട് വിധേയത്വം പ്രഖ്യാപിച്ച് വിശ്വാസമാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച ഒരാള് ഒരു കാരണവശാലും നിഷേധിയുടെ സ്വഭാവം കാണിക്കുന്ന ആളാവില്ല. സത്യനിഷേധത്തിനോടും സത്യവിശ്വാസത്തോടും ഒരേ സമയത്ത് വിധേയത്വവും പ്രതിബദ്ധതയും കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരാൾക്കും സാധ്യമല്ല. കാരണം ഒരാളിലും അള്ളാഹു രണ്ട് ഹൃദയം സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് പകല് സത്യവിശ്വാസികളോടൊപ്പവും രാത്രി സത്യനിഷേധികളോടൊപ്പവും ആവുക എന്നത് ഒരാൾക്കും അയാളുടെ പ്രകൃതത്തിന് യോജിച്ച ഒരു സംഗതിയല്ല, സാധ്യമല്ല. ഒരാൾ രഹസ്യമായിട്ട് നിഷേധികളെ സഹായിക്കുകയോ പിന്തുണക്കുകയോ നിഷേധികളോടൊപ്പമായി കഴിയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അയാള് പരസ്യമായിട്ട് ആരുടെ കൂടെ നിന്നതുകൊണ്ടും കാര്യമില്ല, അയാള് ആ നിഷേധികളോടൊപ്പം തന്നെയാണ്. പകൽ വെളിച്ചത്തിലെ സത്യവിശ്വാസികളോടൊപ്പവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പവും അവരുടെ ആളായി ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് ഒരാളുണ്ട്. പക്ഷെ അയാള് രഹസ്യമായിട്ട് മുനാഫിക്കുകൾ, രഹസ്യമായിട്ട് കുഫാറുകളെയും മുശ്രിക്കുകളെയും യഹൂദരെയും ഒക്കെ സഹായിക്കുന്ന പണിയിലാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം അയാള് വിശ്വാസിയല്ല, അയാള് നിഷേധി തന്നെയാണ്. ഈ ആരുടെ ഒപ്പമാണോ അയാള് നിലകൊള്ളുന്നത് അയാളോടൊപ്പം അല്ലെങ്കിൽ അയാളെപ്പോലെയാണ് ഇയാള്. കാരണം കുറച്ചു നേരം വിശ്വാസം കുറച്ചു നേരം അവിശ്വാസം എന്നത് സാധിക്കില്ല. ഒരാൾക്കും ഒരേ കാര്യത്തിൽ രണ്ട് വ്യത്യസ്തമായ നിലപാടുകൾ ഒരേ സമയത്ത് സാധ്യമല്ല. കാരണം അള്ളാഹു ഒരു ഹൃദയമേ ഒരാളിൽ വെച്ചിട്ടുള്ളൂ. ഇതാണ് കാരണം. അപ്പോ ആ ഘട്ടത്തില് നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം മുനാഫിക്കുകളുടേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമാണ് പ്രത്യക്ഷത്തില് അവരുണ്ടായിരുന്നത്. മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമായിട്ട് നമസ്കരിക്കാനും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ മുന്നിട്ട് ഉണ്ടാകും. കാരണം ബോധ്യപ്പെടുത്തൽ കൂടി താല്പര്യമായതുകൊണ്ട് അവർ മറ്റുള്ളവരെക്കാളും മുന്നിലായിട്ട് ചിലപ്പോ അത്തരം സംഗതികളിൽ സ്ഥാനം പിടിക്കുന്നുണ്ടാവും. എന്നാൽ തികഞ്ഞ പ്രതിബദ്ധത ആവശ്യമുള്ള ഘട്ടങ്ങളിൽ, വിശേഷിച്ച് യുദ്ധം പോലെയുള്ള സാഹചര്യം ഉണ്ടാവുമ്പോൾ, ധനം ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുമ്പോൾ അവര് ചാഞ്ചല്യം കാണിക്കുന്നവരും മെല്ലെ അതിൽ നിന്ന് പിൻവാങ്ങി പോകുന്നവരും പല ഘട്ടങ്ങളിലും അതിനെതിരില് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ രംഗത്ത് വരികയും ശത്രുക്കൾക്ക് സഹായം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നിലപാട് കാണിക്കുകയും ചെയ്യും. ഇതാണ് മുനാഫിക്കുകളുടെ ഏറ്റവും പ്രകടമായ പ്രത്യേകത. യുദ്ധാവസരങ്ങളിലും യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങളില് ധനസമാഹരണം നടത്തേണ്ടി വരുന്ന ഘട്ടങ്ങളിലൊക്കെയാണ് ഇവരുടെ സ്വഭാവം ഏറ്റവും ഏറെ പ്രകടമായി മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നത്. അപ്പൊ ഈ ആളുകള് പ്രത്യക്ഷത്തിൽ അവര് വിശ്വാസികളോടൊപ്പമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണക്കുന്നവരാണ് എന്ന നിലക്കാണ്. പക്ഷെ അവരിൽ വിശ്വാസം രൂഢമൂലമായിട്ടില്ല, ഉറച്ചിട്ടില്ല. അത് കാരണമായിട്ട് തന്നെ അവര് ചാഞ്ചല്യം കാണിച്ചുകൊണ്ടിരിക്കും. പല അളവിലുള്ള ചാഞ്ചല്യമാണ് അവർ കാണിച്ചിരുന്നത്. ചിലര് വളരെ ഇന്റൻഷണൽ ആയിട്ട് തന്നെ നിഷേധത്തിനോടൊപ്പം നിലകൊള്ളുന്ന, എന്നാൽ ആ പദ്ധതികളൊക്കെ ഫലപ്രദമാകുന്നതിന് വേണ്ടി മാത്രം വിശ്വാസിയാണ് എന്ന നിലക്ക് അഭിനയിച്ച് നടക്കുകയും ചെയ്യുന്നവരായിരിക്കും. ചിലര് ലുബ്ധ് കാരണമായി നിഫാഖിന്റെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് നടക്കുന്നവരായിരിക്കും. വേറെ ചിലര് അള്ളാഹുവിന് ജീവൻ നൽകാൻ സന്നദ്ധതയില്ലാത്തതിന്റെ പേരില് ഭീരുക്കളായിക്കൊണ്ട് നിലകൊള്ളുന്ന കാരണത്താല് ഇത്തരം പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അകന്നു മാറി ഒഴിഞ്ഞു മാറിയൊക്കെ പോകുന്നുണ്ടാവും. പല തലത്തിലും പല അളവിലുമാണ് ഇവരുടെ നിഫാഖ് പ്രകടമാകുമായിരുന്നത് എന്നത് വ്യക്തമാണ്.
അപ്പോ അള്ളാഹു ഇവിടെ ഒരു പ്രസ്താവനയായിട്ട് നമ്മളെ അറിയിക്കുന്നത്, ഒരാളിലും അള്ളാഹു രണ്ട് ഹൃദയങ്ങൾ വെച്ചിട്ടില്ല. ഒരാളുടെയും ശരീരത്തിനകത്ത് അള്ളാഹു രണ്ട് ഹൃദയങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് ഒരാൾക്കും തന്നെ ഈ ഡ്യുവൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. രണ്ട് ഇരട്ടത്താപ്പ് എന്നൊരു സംഗതി യഥാർത്ഥത്തില് രണ്ട് ഹൃദയങ്ങളുള്ള വിധത്തിൽ, രണ്ട് അലീജിയൻസ് അല്ലെങ്കിൽ പ്രതിബദ്ധത കാണിക്കുന്ന വ്യത്യസ്തമായ അല്ലെങ്കിൽ തീർത്തും വിരുദ്ധമായ രണ്ട് സംഗതികൾ ഒരേ സമയത്ത് പിന്തുണക്കുക എന്നൊരു കാര്യം സാധിക്കുകയില്ല. ഒരാൾക്ക് വിശ്വാസിയാവുക എന്നതും അവിശ്വാസിയാവുക എന്നതും ഒരേ സമയത്ത് കഴിയില്ല. അവിശ്വാസിയായിരുന്ന ഒരാള് കാര്യം മനസ്സിലാക്കി സത്യം ഉൾക്കൊണ്ട് മറ്റൊരു ഘട്ടത്തിൽ വിശ്വാസത്തിലേക്ക് വന്നെന്ന് വരും. വിശ്വാസിയായ ഒരാള് താല്പര്യങ്ങളുടെ അടിമയായി മാറി നിഫാഖിലേക്കും കുഫറിലേക്കും ഒക്കെ പോയിന്ന് വരും. പക്ഷെ ഒരേ സമയത്ത് ഒരാൾക്ക് ഇത് രണ്ടും ആവുക എന്നത് സാധ്യമല്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഈ ആയത്തിന്റെ ശകലം അതിന്റെ ഭാഷാതലത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ വിചിത്രമായ അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു കാര്യം അതിൽ അടങ്ങിയിട്ടുള്ളത് കാണാൻ സാധിക്കും. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫി. അവിടെ ഒരാൾ എന്നതിന് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റജുല് എന്നാണ്. റജുല് എന്നതിന് ഒരാൾ എന്നുള്ള അർത്ഥമുണ്ട്, അതേപോലെ തന്നെ ഒരു പുരുഷൻ എന്ന അർത്ഥമുണ്ട്. ഇവിടെ ഒരു കോമൺ ആയ ഒരു പദമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു മാ ജഅലല്ലാഹു ലി നഫ്സിൻ എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ കോമൺ ആവും. അല്ലെങ്കിൽ അറബിയിലുള്ള വേറെ ഏതെങ്കിലും പദം ഒരാൾ എന്ന് സൂചിപ്പിക്കുന്ന ലി അഹദിൻ എന്നൊക്കെയുള്ള പദം ഉപയോഗിക്കുകയാണെങ്കിൽ അത് കോമൺ ആയി വരും. പക്ഷെ അള്ളാഹുവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പുരുഷനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അതില് വലിയൊരു രഹസ്യമുള്ളതായിട്ട് ഗവേഷകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരത്തിൽ ഒരിക്കലും തന്നെ രണ്ട് ഹൃദയങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ അങ്ങനെ സാധ്യതയുണ്ട്, ഒന്നിലേറെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗർഭിണിയായ അവസ്ഥയിൽ കുട്ടികളുടെ എണ്ണം അനുസരിച്ച്, വയറ്റിലുള്ള കുട്ടികളുടെ എണ്ണം അനുസരിച്ച് അത്രയും എണ്ണം ഹൃദയങ്ങള് ആ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോ ഈ പ്രയോഗത്തിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മത വിശുദ്ധ ഖുർആന്റെ ഇജാസിന്റെ ഭാഗമായിട്ട്, ഭാഷാപരമായിട്ട് അള്ളാഹു അതിൽ പുലർത്തിയിട്ടുള്ള ഒരു മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അത് തെറ്റായ ഒരു നിരീക്ഷണമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫി. ഒരാളുടെയും ശരീരത്തിൽ അള്ളാഹു രണ്ട് ഹൃദയങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു പുരുഷന്റെയും എന്നുകൂടി വായിക്കാവുന്ന വിധത്തിലാണ് അതുള്ളത്. കാരണം സ്ത്രീയുടെ ശരീരത്തിൽ ഒന്നിലേറെ ഹൃദയങ്ങൾ ഒരേ സമയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫി. ഒരാൾക്കും തന്നെ ഒരേ സമയത്ത് വിശ്വാസിയും അവിശ്വാസിയും അല്ലെങ്കിൽ വിശ്വാസിയും കപട വിശ്വാസിയും ആയി നിലകൊള്ളുക സാധ്യമല്ല. രഹസ്യമായിട്ട് ഒരാള് എന്ത് നിലപാടാണോ എടുക്കുന്നത് അതാണ് അയാളുടെ ശരിയായ വ്യക്തിത്വം അല്ലെങ്കിൽ ശരിയായ നിലപാട്. ഒരാൾ രഹസ്യമായിട്ട് സത്യനിഷേധികളോടൊപ്പമായിട്ടാണ് നിലകൊള്ളുന്നതെങ്കിൽ അയാൾ പരസ്യമായ വേളയിൽ എങ്ങനെ അഭിനയിച്ചതുകൊണ്ടും കാര്യമില്ല, അയാള് ആ നിഷേധികളോടൊപ്പം തന്നെയാണ് എന്നതാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യം. രണ്ടാമത്തെ വിഷയം, അത് സത്യവിശ്വാസികളോടൊപ്പം നിലകൊണ്ടിരുന്ന ഒരു വലിയ ക്ലാസ് തന്നെ കപടവിശ്വാസികളായിട്ട് അറിയപ്പെടുന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂലിന് അയാളുടെ നേതൃത്വത്തിൽ നിലകൊണ്ടിരുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാ യുദ്ധഘട്ടങ്ങളിലും അവര് പാതി വഴിയിൽ വെച്ച് പിന്തിരിഞ്ഞു പോരുകയോ കുഴപ്പമുണ്ടാക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ശത്രുക്കൾക്ക് സഹായകമായ നിലപാടാണ് അവര് എല്ലാ യുദ്ധങ്ങളിലും സ്വീകരിക്കുകയുണ്ടായിട്ടുള്ളത്. അപ്പൊ അത്തരം ആളുകളെ പരാമർശിച്ചുകൊണ്ടുകൂടിയാണ് ഈ പ്രയോഗം എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് അള്ളാഹു പറയുന്നത് വമാ ജഅല അസ്വാജകുമുല്ല ഈ തുലാഹിറൂന മിൻഹുന്ന ഉമ്മഹാത്തിക്കും. നിങ്ങൾ ലിഹാർ ചെയ്യുന്ന നിങ്ങളുടെ പത്നിമാർ, അവരെ ഒരിക്കലും തന്നെ അള്ളാഹു നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടില്ല.
നിങ്ങളുടെ മാതാക്കളായിട്ട് അവരെ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുകയില്ല. വേറൊരു സൂറത്തില് അള്ളാഹു കൂടുതൽ വ്യക്തതയോടുകൂടി പറയുന്നുണ്ട്. സൂറത്തുൽ മുജാദില എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത്. അതിലൊരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പരാതി പറയുന്ന വിഷയമാണ്. അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്നെ എന്റെ ഭർത്താവ് ലിഹാർ ചെയ്തിരിക്കുകയാണ്, എന്നെ അയാളുടെ ഉമ്മായെ പോലെയാണ് പരിഗണിക്കുന്നത് എന്നാണ് പരാതിയായിട്ട് വന്ന് പറയുന്നത്. അക്കാര്യത്തില് അള്ളാഹുവിന്റെ വിധി തീർപ്പ് സൂറത്തുൽ മുജാദിലയിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ പത്നിമാര് നിങ്ങളുടെ ഉമ്മമാരാകുന്നില്ല ഒരു നിലക്കും. നിങ്ങളുടെ ഉമ്മമാര് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രസവിച്ചവര് മാത്രമാണ്. വേറെ ആരെ നിങ്ങൾ ഉമ്മ എന്ന് വിളിച്ചാലും അത് നല്ല ആവശ്യത്തിനോ ചീത്ത ആവശ്യത്തിനോ ഒക്കെ വിളിക്കുന്നതാകാം. അത് ആ ഒരു ഫിഗറേറ്റീവ് സെൻസിൽ മാത്രമേ ആവുകയുള്ളൂ. ഇപ്പൊ ഉമ്മ എന്ന് പലപ്പോഴും ഇപ്പൊ ഉമ്മാന്റെ ഉമ്മാനെ ഉമ്മ എന്ന് വിളിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ വാപ്പായിക്ക് വേറെ ഭാര്യമാരുണ്ടെങ്കിൽ അവരെ ഉമ്മ എന്ന് വിളിക്കുന്ന ഒരു ശീലമുണ്ട്. ഉമ്മായുടെ അനിയത്തിമാരെ ചിലപ്പോ അങ്ങനെയൊക്കെ വിളിക്കുന്ന ശീലങ്ങളൊക്കെ പലർക്കും ഉണ്ട്. അതൊന്നും തന്നെ അവരെ ആരെയും നിങ്ങളുടെ ഉമ്മമാരാക്കുന്നില്ല. അത് നിങ്ങളുടെ ഒരു വിളിക്കുന്ന ശീലം മാത്രമാണ് എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. സൂറത്തുൽ മുജാദിലയിൽ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ സൂറത്തിന്റെ തുടക്കം മുതൽ തന്നെ അങ്ങനെ ഒരു വിഷയം പരാമർശിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോ വമാ ജഅല അസ്വാജക്കുമുല്ല ഈ തുലാഹിറൂന മിൻഹുന്ന ഉമ്മഹാത്തിക്കും, നിങ്ങൾ ലിഹാർ ചെയ്യുന്ന നിങ്ങളുടെ പത്നിമാർ ഒരു കാരണവശാലും അവരെ നിങ്ങളുടെ ഉമ്മമാരാക്കിയിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അവര് നിങ്ങളുടെ ഉമ്മമാരല്ല. ഇനി ലിഹാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ് ഇവിടെ പരിശോധിക്കപ്പെടേണ്ട വിഷയം. അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം, ഒരു അനാചാരം അല്ലെങ്കിൽ ഒരു തെറ്റായ നടപടിയാണ്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടു വരികയാണെങ്കിൽ പിന്നെ ഭർത്താക്കന്മാര് ഭാര്യമാരോട് നിന്റെ മുതുക് എനിക്ക് എന്റെ ഉമ്മായിയുടെ മുതുക് പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ദാമ്പത്യ ബന്ധത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായമാണിത്. എന്റെ ഉമ്മായുമായി എനിക്ക് ദാമ്പത്യ ബന്ധം പാടില്ലാത്തതുപോലെ നീയുമായും എനിക്ക് ദാമ്പത്യ ബന്ധം പാടില്ലാത്തതാണ്, അത് നിഷിദ്ധമാണ് എന്ന് പറയുകയോ ആ വിധത്തിൽ അറിയിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ഈ സമ്പ്രദായം. പിന്നീട് ഈ സ്ത്രീ അയാളുടെ പത്നിയായിട്ട് ആയിരിക്കുകയില്ല അവരുടെ ജീവിതം തുടർന്നുണ്ടാവുക. ദാമ്പത്യ ബന്ധം തുടരുന്ന ഒരവസ്ഥയിൽ ആയിരിക്കുകയില്ല. മറിച്ച് അയാളുടെ ഉമ്മായുടെ ഒരു പദവിയിൽ അല്ലെങ്കിൽ ആ വിധത്തിൽ മാത്രമായിരിക്കും അയാളോടൊപ്പം ഉണ്ടാവുക. ഇതാണ് അതിന്റെ മർമ്മം. ഇത് അക്രമപരമായ ഒരു നടപടിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു സമ്പ്രദായത്തിന് ലഹർ എന്നാണ് അറബി ഭാഷയിൽ മുതുകിന് പറയുക. ലഹർ എന്ന് പറഞ്ഞ ശരീരത്തിന്റെ മുതുക് ഭാഗമാണ്. ഇതിൽ നിന്നാണ് ഈ ഇവിടെയുള്ള തുലാഹിറൂന എന്ന പ്രയോഗം വരുന്നത്. അതിന്റെ വേറൊരു രൂപമാണ് ലിഹാർ എന്നത്. മുതുകായി പരിഗണിക്കുക എന്നതാണ് എന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം. അപ്പോ ഉമ്മായുടെ മുതുക്, എന്റെ മാതാവിന്റെ മുതുക് പോലെയാണ് നിന്റെ മുതുക് എനിക്ക് എന്ന് പറയുന്നതോടുകൂടി ആ പുരുഷന്, ആ സ്ത്രീ ദാമ്പത്യ ബന്ധം നിലനിൽക്കാത്ത ഒരു റിലേഷൻഷിപ്പിലേക്ക് നീങ്ങുകയാണ്. അപ്പൊ അള്ളാഹു ഇവിടെ അതില് ഒരു തിരുത്തല് നടത്തിക്കൊണ്ട് പറയുന്നത്, ഒരാളും തന്നെ തന്റെ പത്നിയെ ലിഹാർ ചെയ്തത് കൊണ്ട് നിന്റെ മുതുക് എനിക്ക് എന്റെ മാതാവിന്റെ മുതുക് പോലെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവൾ അയാളുടെ ഉമ്മയെ പോലെ ആവുന്നില്ല, ഉമ്മയാവുന്നില്ല. ഇതാണ് പറയുന്ന കാര്യം. അത് നിങ്ങളുടെ വെറും സംസാരം മാത്രമാണ്, അത് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. വമാ ജഅല അസ്വാജക്കുമുല്ലാഹി തുലാഹിറൂന മിൻഹുന്ന ഉമ്മഹാത്തിക്കും, അള്ളാഹു അവരെ നിങ്ങളുടെ ഉമ്മമാരായിട്ട് വെച്ചിട്ടില്ല. സൂറത്തുൽ മുജാദിലയില് നിങ്ങൾക്ക് ജന്മം നൽകിയ സ്ത്രീകളാണ് നിങ്ങളുടെ ഉമ്മമാര് എന്ന് പ്രത്യേകമായി പറയുന്നതും കാണാം. അതല്ലാത്ത ഏത് സ്ത്രീയെയും ഉമ്മയായി പരിഗണിക്കുന്നത് നല്ല നിലക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരാചാരം എന്ന നിലക്കോ ഒക്കെ പരിഗണിക്കുന്നതും
അത് നല്ല നിലക്ക് പരിഗണിക്കുമ്പോൾ അതിന്റെ ഒരു സ്നേഹവും അടുപ്പവും കാണിക്കുന്ന ഒരു ബന്ധം എന്ന അർത്ഥത്തിൽ മാത്രമേ അതിന് പ്രായോഗിക തലത്തില് സ്വീകാര്യതയുള്ളൂ. ഈ മോശമായ അർത്ഥത്തിലാണെങ്കിൽ ആ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ തന്നെ കുറ്റകരമായ കാര്യമാണ് എന്നതാണ് അവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോ നിങ്ങളുടെ പത്നിമാരെ നിങ്ങൾ ലിഹാർ ചെയ്യുന്നുവെങ്കിൽ അവര് ഒരിക്കലും തന്നെ നിങ്ങളുടെ ഉമ്മമാരാവുന്നില്ല. അള്ളാഹു അവരെ നിങ്ങളുടെ ഉമ്മമാരായിട്ടല്ല വെച്ചിട്ടുള്ളത്. വമാ ജഅല അദ്ഇയാഅക്കും അബ്നാഅക്കും. ഇനി മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരികയാണ്. ഒന്നാമത് പറഞ്ഞത് ഒരേ ശരീരത്തില് രണ്ട് ഹൃദയങ്ങൾ അള്ളാഹു സ്ഥാപിച്ചിട്ടില്ല എന്ന്. രണ്ടാമത്തത് നിങ്ങൾ ലിഹാർ ചെയ്തത് കൊണ്ട് നിങ്ങളുടെ പത്നിമാര് നിങ്ങളുടെ ഉമ്മമാരാവുകയില്ല എന്നാണ്. മൂന്നാമത് പറയുന്നത് നിങ്ങളുടെ അദ്ഇയാ എന്ന് പറഞ്ഞാല് നിങ്ങൾ വിളിച്ച് മക്കളെന്ന വിധത്തിൽ വിളിച്ച് കൊണ്ട് നടക്കുന്നവര്. ഇവിടെ ദത്തുപുത്രന്മാര് എന്നതിന്റെ മറ്റൊരു രൂപത്തിലുള്ള പ്രയോഗമാണ്. നിങ്ങളെ നിങ്ങളുടെ പേരിനോട് ചേർത്ത് നിങ്ങൾ വിളിക്കുന്ന, നിങ്ങൾ കൂടെ കൂട്ടിയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ദത്തുപുത്രന്മാർ. ആ ദാ എന്ന റൂട്ടില് വിളിച്ചു എന്ന ഒരു പദമാണ് അദ്ഇയാന്റെ ഒരു അടിത്തറയായിട്ട്, അതിന്റെ ഒറിജിനൽ വേർഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പേര് വിളിച്ച് ചേർത്ത് വിളിച്ച് നിങ്ങളോട് ചേർത്ത് പേര് വിളിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളായിട്ട് പരിഗണിക്കുന്ന നിങ്ങളുടെ ദത്തുപുത്രന്മാരുണ്ടല്ലോ, അവരൊരിക്കലും തന്നെ നിങ്ങളെ മക്കളായിട്ട് അള്ളാഹു വെച്ചിട്ടില്ല. വമാ ജഅല അദ്ഇയാഅക്കും അബ്നാഅക്കും. നിങ്ങളുടെ ദത്തുപുത്രന്മാരെ നിങ്ങളുടെ മക്കളായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. ദാലിക്കും ഖൗലുക്കും ബി അഫ്വാഹിക്കും. അത് നിങ്ങളുടെ വായ കൊണ്ടുള്ള വെറും പറച്ചില് മാത്രമാണ്. അത് വെറും സംസാരം മാത്രം. നിങ്ങൾ അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതിന് പ്രാബല്യമില്ല. ദാലിക്കും ഖൗലുക്കും ബി അഫ്വാഹിക്കും. നിങ്ങളുടെ വായ കൊണ്ടുള്ള പറച്ചില് മാത്രമാണ്. എന്നാൽ വല്ലാഹു യഖൂലുൽ ഹഖ്ഖ. അള്ളാഹുവാണ് സത്യം പറയുന്നത്. അള്ളാഹുവാണ് വസ്തുത വെളിപ്പെടുത്തുന്നത്. വഹുവ യഹ്ദി സബീൽ. അവനാണ് ശരിയായ മാർഗം കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ദത്തുപുത്രന്മാരെ സ്വന്തം പേരിനോട് ചേർത്ത് തങ്ങളുടെ മക്കൾ എന്ന നിലക്ക് വിളിച്ചത് കൊണ്ട് അവരൊരു കാരണവശാലും നിങ്ങളുടെ മക്കളാകാൻ പോകുന്നില്ല. ഭാര്യമാരെ ലിഹാർ ചെയ്ത് ഉമ്മായുടെ മുതുകു പോലെയാണ് അവരുടെ മുതുക് എന്ന് പറഞ്ഞതുകൊണ്ട് അവരാരും തന്നെ ഉമ്മമാരാവാൻ പോകുന്നില്ല. ഒരാളുടെയും ശരീരത്തിനകത്ത് അള്ളാഹു രണ്ട് ഹൃദയങ്ങളെ സ്ഥാപിച്ചിട്ടുമില്ല. അപ്പോ ഇത് സംബന്ധമായി അള്ളാഹുവാണ് നിങ്ങളെ സത്യം അറിയിക്കുന്നത്. അത് നിങ്ങളുടെ കേവലമായ സംസാരം മാത്രമാണ്. നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നതല്ലാതെ അതിന് യാതൊരു പ്രസക്തിയും പ്രാധാന്യവും ഒന്നുമില്ല. അള്ളാഹുവാണ് സത്യം വെളിപ്പെടുത്തി തരുന്നത്. അവനാണ് ശരിയായ മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. തുടർന്ന് അള്ളാഹു നിർദ്ദേശം നൽകുകയാണ്. ഉദൂഹും ലിആബാഇഹിം. നിങ്ങൾ അവരെ, ഈ ദത്തുപുത്രന്മാരെ, നിങ്ങളുടെ പരിചരണത്തിലും സംരക്ഷണത്തിലും ഒക്കെ ആയിരിക്കാം അവര്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അവരെ അവരുടെ ഉപ്പമാരിലേക്ക് ചേർത്ത് വിളിക്കണം. സെയ്ദിനെ ഒരു കാരണവശാലും സെയ്ദ് ബിനു മുഹമ്മദ് എന്ന് പറയരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ചെറിയ പ്രായത്തിൽ തന്നെ ദത്തെടുത്തതാണ്. ഖദീജ റളിയല്ലാഹു അൻഹാക്ക് അവരുടെ അമ്മാവൻ ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്ത ഒരു അടിമ ബാലനായിരുന്നു സെയ്ദ്. ഖദീജ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവനത്തിനായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ വിട്ടുകൊടുത്ത ഒരു പയ്യനാണിത്. ചെറിയ കുട്ടിയായിരുന്നു അക്കാലത്ത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിചരണത്തിലേക്ക് വന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഫാലത്തിലേക്ക് എത്തിയ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കഅബയുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആളുകളുടെ ഇടയിൽ പരസ്യമായിട്ട് ഇദ്ദേഹത്തെ ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു, എന്നിട്ട് ദത്തുപുത്രനായി സ്വീകരിച്ചിരിക്കുന്നു
ഇനിമേൽ ഇദ്ദേഹം സെയ്ദ് ബിൻ മുഹമ്മദ് എന്നാണ് അറിയപ്പെടുക എന്ന നിലക്ക് പരസ്യപ്പെടുത്തിയതായിരുന്നു. അങ്ങനെ സമൂഹത്തിൽ സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഇത് അള്ളാഹു നിശ്ചയിച്ച വംശാവലിയെ കളങ്കപ്പെടുത്തുന്ന ഒരു ആചാരമാണ്. ആ ആചാരം തുടർന്നു കൊണ്ടുപോകാൻ പാടില്ല, അത് അവസാനിപ്പിക്കണം എന്നാണ് അള്ളാഹുവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ അവരെ അവരുടെ പേരിലേക്ക് അവരുടെ പിതാക്കന്മാരുടെ പേരിലേക്ക് ചേർത്ത് വിളിക്കൂ എന്നാണ് അള്ളാഹുവിടെ നിർദ്ദേശിച്ചത്. അങ്ങനെയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പായുടെ പേര് അവർ കണ്ടെത്തി അദ്ദേഹത്തിലേക്ക് ചേർത്ത് വിളിക്കുന്ന ഒരു നടപടി ഉണ്ടാകുന്നത്. സെയ്ദ് ബിനുൽ ഹാരിസ എന്നാണ് പിന്നീട് സെയ്ദ് റളിയല്ലാഹു അൻഹു അറിയപ്പെടുകയുണ്ടായത്. അപ്പൊ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെയ്ദ് റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ വളരെ കുലീനമായ ഒരു കുടുംബത്തില് പിറന്ന പയ്യൻ തന്നെയായിരുന്നു. അദ്ദേഹം ഉമ്മായോടൊപ്പം ഒരു യാത്ര ചെയ്യുന്നതിനിടക്ക് കൊള്ളസംഘം അവരെ മേലിൽ ചാടി വീണ് അവരുടെ സ്വത്തുവകകളൊക്കെ കവർന്നെടുത്ത് ഈ ചെറിയ കുട്ടിയായിരുന്ന സെയ്ദിനെയും കൂടി കൂടിയിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സെയ്ദിനെ മക്കയിൽ അടിമക്കമ്പോളത്തില് കൊണ്ടുപോയി വിറ്റു. അവിടുന്നാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അമ്മാവൻ പയ്യനെ വിലക്ക് വാങ്ങുന്നതും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലെത്തുന്നതും ഒക്കെ തന്നെ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യനായി അതുപോലെ ദത്തുപുത്രനായി ഒക്കെ കഴിയുന്ന കാലത്താണ് സെയ്ദിനെ തിരഞ്ഞ് സെയ്ദിന്റെ വാപ്പായും വാപ്പായുടെ സഹോദരനും കൂടി പല നാടുകളിലും അന്വേഷിച്ച് നടക്കുന്നുണ്ട് കാലങ്ങളായിട്ട്. അങ്ങനെ അവസാനം അവര് മക്കയില് മുഹമ്മദ് എന്നു പേരുള്ള ഒരാളുടെ കീഴില് അയാളുടെ കയ്യിലാണ് ഈ കുട്ടിയുള്ളത് എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവര് രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിട്ട് നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പാണ് ഇത് സംഭവം. അങ്ങനെ ഈ സെയ്ദിന്റെ വാപ്പ വന്നിട്ട് സെയ്ദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു. എനിക്കൊരു മകനുണ്ടായിരുന്നു, അവനെ കൊള്ളക്കാര് പിടിച്ചുകൊണ്ട് പോയതാണ്, എനിക്ക് നഷ്ടപ്പെട്ടതാണ്, അവന് നിങ്ങളുടെ അടുക്കൽ ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്, എനിക്ക് അവനെ വിട്ടുതരണം, ഞാൻ അതിന് നഷ്ടപരിഹാരമായിട്ട് എന്തു വേണമെങ്കിലും തരാം എന്നൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം അവരോട് പറഞ്ഞു, ഞാന് സെയ്ദിനെ വിളിക്കാം, സെയ്ദിനോട് നിങ്ങൾ കാര്യങ്ങൾ പറയൂ, എന്നിട്ട് സെയ്ദ് നിങ്ങളോടൊപ്പം വരാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ പിന്നെ ഞാൻ തടസ്സം നിൽക്കൂല, നിങ്ങൾ എനിക്ക് നഷ്ടപരിഹാരം ഒന്നും തരേണ്ടതില്ല, നിങ്ങൾക്ക് അവനെ കൂട്ടിപ്പോകാം. ഇനി അതല്ല സെയ്ദ് എന്നോടൊപ്പം നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അവനെ എന്റെ അടുക്കൽ നിന്ന് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയില്ല, എന്നോടൊപ്പം അവന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോ സെയ്ദിന്റെ ഉപ്പായും അനിയനും സഹോദരനും ഒക്കെ ആലോചിച്ചിട്ട് പറഞ്ഞു, എന്തായാലും ഉപ്പാനെയും സഹോദരനെയൊക്കെ കാണാൻ കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ സെയ്ദ് ഇയാളുടെ കീഴില് അയാളുടെ ദത്തുപുത്രനായിട്ടോ അല്ലെങ്കിൽ അടിമബാലനായിട്ടൊന്നും അവിടെ തന്നെ നിൽക്കൂല എന്നുള്ള കണക്കുകൂട്ടലാണ് ഉപ്പാക്കും സഹോദരനും ഉണ്ടായിരുന്നത്. പക്ഷെ സെയ്ദിനെ വിളിച്ച് സംസാരിച്ചപ്പോ അവര് പരസ്പരം കണ്ട് വലിയ സന്തോഷമൊക്കെ ആയി, അവര് പരസ്പരം വാരിപ്പുണരുകയൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാര്യത്തിലേക്ക് വന്നു. ഈ വാപ്പായും വാപ്പായുടെ സഹോദരനും ചേർന്ന് കാര്യം പറഞ്ഞപ്പോ സെയ്ദ് കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാന് ഈ മനുഷ്യനിൽ വളരെ അസാധാരണമായ പലതും കാണുന്നുണ്ട്, എന്നെ വിസ്മയിപ്പിക്കുന്ന പലതും എനിക്ക് ഇദ്ദേഹത്തിൽ അനുഭവപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ ഇദ്ദേഹത്തെ പിരിഞ്ഞ് നിങ്ങളുടെ കൂടെ വരികയില്ല എന്നാണ് സെയ്ദ് തീർത്ത് പറയുന്നത്. സെയ്ദ് നിന്നെ ഉപ്പയാണ് വിളിക്കുന്നത്, ഉമ്മ കാത്തു നിൽക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും അവർ പറഞ്ഞു നോക്കി. പക്ഷെ സെയ്ദ് അവരോടൊപ്പം പോകാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ അവസാനം നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും സെയ്ദിനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരാം, സെയ്ദ് വലിയ ആളാകുമ്പോ അങ്ങോട്ടും വന്നോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ച് ഉപ്പാനെയും സഹോദരനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്യസാധാരണമായ
മഹത്വമേറിയ സ്വഭാവ ഗുണങ്ങൾ കണ്ട് മനസ്സിലാക്കി അദ്ദേഹത്തെ അത്രയും സ്നേഹിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനാകുന്നതിന്റെ മുമ്പ് തന്നെ വളരെയേറെ സ്നേഹിച്ച ഒരു വ്യക്തിയായിട്ട് സെയ്ദ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് ജീവിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് അള്ളാഹു ഈ നിയമ നിർദ്ദേശങ്ങൾ നൽകുന്നത് എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സ്വന്തം കുടുംബത്തിലെ സൈനബ് ബിൻത് ജഹ്ഷ് എന്ന യുവതിയെ സെയ്ദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന്റെ ഒരു താല്പര്യം അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തുന്ന കാര്യം, സെയ്ദ് എത്ര ആഴത്തില് അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചിരുന്നുവോ അതിനേക്കാളേറെ സെയ്ദിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങോട്ട് സ്നേഹിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് സ്വന്തം പിതൃ സഹോദരി പുത്രിയെ തന്നെ സെയ്ദിന് കല്യാണം കഴിച്ചു കൊടുത്തത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു പരിഷ്കരണം സമൂഹത്തിൽ നടപ്പിലാക്കുക കൂടി ചെയ്യായിരുന്നു. പക്ഷെ ദൗർഭാഗ്യകരം എന്ന് തന്നെ മനസ്സിലാക്കാം, അത് ഫലപ്രദമായില്ല, നടന്നില്ല. മനുഷ്യബന്ധങ്ങള്, മനുഷ്യ മനസ്സുകള് ഒക്കെ അങ്ങനെ ചില തലങ്ങളൊക്കെ ഉണ്ട് എന്നതാണ് അത് വെളിപ്പെടുത്തുന്നത്. എന്തായാലും ആ വിഷയത്തില് സെയ്ദ് റളിയല്ലാഹു അൻഹുവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന ആ ബന്ധത്തിന്റെ ഊഷ്മളതയാണ് വെളിപ്പെടുത്തുന്നത്. സ്വന്തം പിതാവും പിതാവിന്റെ സഹോദരനും തെരഞ്ഞു വന്നിട്ട് അവരുടെ കൂടെ പോകാൻ കൂട്ടാക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിലകൊള്ളുകയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്നത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അപ്പോ ഇവിടെ തുടർന്ന് പറയുന്നത്, നിങ്ങൾ അവരുടെ പിതാക്കന്മാരിലേക്ക് ചേർത്ത് വിളിക്കുക, അവരെ നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കരുത്. ദത്തുപുത്രന്മാരുടെ അവരുടെ വാപ്പായുടെ പേര് പറഞ്ഞുകൊണ്ട് വിളിക്കുക. ഹുവ അഖ്സത്തു ഇൻദല്ലാഹ്, അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നീതിപൂർവകമായ ഒരു നടപടി. ഫഇല്ലം തഅലമു ആബാഅഹും, നിങ്ങൾക്ക് അവരുടെ പിതാക്കന്മാർ അറിയില്ല എങ്കിൽ, അങ്ങനെയുള്ള പല ആളുകളുണ്ട്, ദത്തുപുത്രന്മാരായിട്ട് പലരുടെയും കീഴിലുണ്ടായിരുന്ന പലർക്കും അവരുടെ വാപ്പന്മാരുടെ പേരെന്താണെന്ന് അറിയുമായിരുന്നില്ല. അടിമകളായിട്ടൊക്കെ പലയിടത്തും കഴിഞ്ഞിരുന്ന ആളുകളാണ്. കുടുംബ ബന്ധങ്ങളൊക്കെ അറ്റുപോയ അവസ്ഥയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫയഹ്വാനുക്കും ഫിദ്ദീൻ, അവരെ നിങ്ങളുടെ വിശ്വാസ മാർഗത്തിലെ സഹോദരന്മാരായിട്ട് പരിഗണിക്കുക. അപ്പൊ മവാലിക്കും, നിങ്ങളുടെ ആത്മമിത്രങ്ങളായിട്ടും പരിഗണിക്കുക. വലൈസ അലൈക്കും ജുനാഹുൻ ഫീമ അഖ്തഅ്തും ബി, നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു പോയതിന്റെ പേരിൽ നിങ്ങളെ അള്ളാഹു ആക്ഷേപിക്കുന്നില്ല, നിങ്ങൾ ആക്ഷേപാർഹരല്ല, നിങ്ങൾക്ക് അതിന്റെ പേരിൽ കുറ്റമില്ല. എന്നാൽ വലാകിമ്മ തഅമ്മദത് ഖുലൂബുക്കും, നിങ്ങൾ കരുതിക്കൂട്ടി അള്ളാഹുവിന്റെ കൽപ്പന ഇങ്ങനെയാണ് എന്ന് അറിഞ്ഞിട്ടും അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരായി കരുതിക്കൂട്ടി നിങ്ങളിലേക്ക് തന്നെ പേര് ചേർത്ത് വിളിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് വേറൊരു വിഷയമാണ്, അത് കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. ഇതാണ് സൂചിപ്പിക്കുന്നത്. വകാന അല്ലാഹു ഗഫൂറൻ റഹീമ, എന്നാൽ പോലും അള്ളാഹു തീർച്ചയായിട്ടും ഗഫൂറും റഹീമുമാണ്, പുറത്തു കൊടുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ്. ആരെങ്കിലും ഉദ്ദേശപൂർവം തന്നെ അങ്ങനെ വിളിച്ചാൽ പോലും അള്ളാഹു അവര് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു പുറത്തു കൊടുക്കും. അവന് കരുണയുള്ളവനും പുറത്തു കൊടുക്കുന്നവനുമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തായാലും അത് തെറ്റായൊരു നടപടിയാണ്, ഒരു ആചാരമാണ്. അത് നിലനിർത്തി കൊണ്ടുപോകാൻ പാടില്ല എന്നതാണ് ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.